പാലായിൽ ഉറച്ച വിജയപ്രതീക്ഷയിലാണ് മത്സരിക്കാൻ ഇറങ്ങുന്നതെന്ന് ഷോൺ ജോർജ്. LDF UDF മുന്നണികൾക്കെതിരെ പാലായിലും ഇത്തവണ ജനം വിധിയെഴുതും. പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികളിലൂടെ പാലായെ പുതിയ ഉയരങ്ങളിലെത്തിക്കാനാകും. പാലായിലെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ മാറ്റം കൊണ്ടുവരാനാകുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. മിഥുൻ മുരളിയുടെ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയുടെ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലായിൽ മാസങ്ങൾക്ക് മുൻപേ തന്നെ ഇന്ത്യ ക്യാമ്പ് സജ്ജമായി കഴിഞ്ഞു. പാലായിൽ താഴ്ത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങളുമായി ഇന്ത്യ ക്യാമ്പ് സർവ്വസജ്ജമായിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഔദ്യോഗികമായി ഉണ്ടായിരിക്കുന്നു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഒപ്പം പാലായുടെ ചുമതലയുമായി കഴിഞ്ഞ നാളുകളിൽ പാലാ മണ്ഡലത്തിൽ സജീവമായിരുന്ന ഷോൺ ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി അദ്ദേഹത്തിന്റെ പ്രതികരണം ജനം TVയോടൊപ്പം ഉണ്ടാകുന്നു. എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടാകുന്നു? ഇനിയുള്ള 22 ദിവസങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കേണ്ട ദിവസങ്ങൾ. അങ്ങ് മാസങ്ങൾക്ക് മുൻപേ തന്നെ മണ്ഡലത്തിൽ സജീവമായിരുന്നു. മണ്ഡലത്തിന്റെ സ്പന്ദനം അറിയാവുന്ന വ്യക്തിയാണ്. പാലായുടെ സ്വന്തം ഷോൺ ജോർജ് ആണ്. എന്താണ് ആദ്യമായി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അങ്ങയുടെ പ്രതികരണം? ഞാൻ ഈ പാർട്ടിയിൽ വന്നിട്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരവും അതിലുപരി ഒത്തിരി സ്പേസും തന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എന്റെ പ്രസ്ഥാനത്തോടുള്ള കടമയാണ് എന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് പാർട്ടി സ്ഥാനാർത്ഥിത്വം ഏൽപ്പിച്ചു. അത് ഏറ്റവും നല്ല ഉത്തരവാദിത്വമായി അത് ഏറ്റെടുത്ത് പാർട്ടിയോടുള്ള കടമ നിർവഹിച്ച് ഇവിടെ നിന്നും ജയിച്ചു വരിക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. എനിക്ക് വലിയ വിശ്വാസമുണ്ട് പാല ഈ പ്രാവശ്യം NDAയോടൊപ്പമായിരിക്കും, BJPയോടൊപ്പമായിരിക്കും. ഇനിയിപ്പോൾ മുൻപോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേരളത്തിൽ വികസിത കേരളം എന്നുള്ളതാണ്. വികസിത പാല എന്നുള്ള മുദ്രാവാക്യവുമായി ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് പോയിന്റ് ഔട്ട് ചെയ്ത NDA ജനങ്ങൾക്ക് മുൻപിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? രാജ്യം വളരുകയാണ്. ഞാൻ പാലായോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇനി പാല വളരും രാജ്യത്തിനൊപ്പം, മോദിജിക്കൊപ്പം. അതിന് ഷോൺ ജോർജ് ഒരു കാരണമാണ്. തീർച്ചയായിട്ടും ഈ നാടിന്റെ ഓരോ ചെറിയ വികസനം മുതൽ ഈ നാട്ടിൽ വലിയ പൊട്ടൻഷ്യൽ ഉള്ള നാടാണ് പാല. ഈ റോഡും പാലവും മാത്രമാണ് വികസനമെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതല്ല, അതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ സാധാരണക്കാരനെ ബാധിക്കുന്ന തൊഴിൽ, കൃഷി, ടൂറിസം, ആരോഗ്യം, അത്തരം മേഖലകളിലേക്കൊന്നും ഇവിടെ ആരും ചിന്ത പോലും പോകുന്നില്ല. അത് ഈ നാടിനെ വല്ലാണ്ട് ബാധിച്ചിരിക്കുന്നു. അതിലൊരു മാറ്റം ഉണ്ടാകണം. ആ മാറ്റം ഇവിടെ സംഭവിക്കും. മാറാത്തതിന് മാറും, പാലായി മാറും. ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള അങ്ങേക്ക് ലഭിക്കുന്ന പിന്തുണയൊക്കെ എങ്ങനെയാണ്? ഞാനൊരു ഒന്നാന്തരം കത്തോലിക്കനാണ്. ഇവിടെ അങ്ങനെ ജാതി മത ചിന്തകളൊന്നുമില്ല. ഇപ്പോ നരേന്ദ്രമോദിജിയെ സ്നേഹിക്കുന്നവരാണ് പാലാ നിയോജക മണ്ഡലത്തിലെ ഭൂരിഭാഗം വോട്ടർമാരും. ഭൂരിഭാഗം വോട്ടർമാരും ഇന്ന് മോദിജിയെ സ്നേഹിക്കുന്നവരാണ്. അതിലൂടെ BJPയെ സ്നേഹിക്കുന്നവരാണ്. അതിലൂടെ തന്നെ അതാണ് എന്റെ ഏറ്റവും വലിയ ചങ്കൂറ്റവും ഏറ്റവും വലിയ സന്തോഷവും. ആ പിന്തുണ പാലായിൽ വോട്ടായി മാറും. ചരിത്രത്തിലെ തന്നെ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ പാലായിൽ നിന്ന് ജയിക്കുമെന്നാണ് എന്റെ വിശ്വാസം. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ 100% വിശ്വാസത്തിൽ തന്നെ പാലായിൽ മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ്. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണ പരിപാടികളുമായി മണ്ഡലത്തിൽ സജീവമാകുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ അടുത്ത ദിവസങ്ങളിൽ പാലായിലേക്ക് എത്തും.